ഹായ് മോംസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗുജറാത്തി റെസിപ്പിയാണ്. ചുരയ്ക്ക കൊണ്ട് ബജ്ജിയുടെ ടേസ്റ്റിൽ ഒരു ഹെൽത്തി സ്നാക്ക് ഐറ്റം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം 1 കപ്പ് ഗ്രേറ്റഡ് ചുരയ്ക്ക, 1 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് ഉള്ളി എന്നിവ ചേർത്ത് ഒരു കോട്ടൺ തുണിയിലിട്ട് നന്നായി അതിൻ്റെ നീര് മുഴുവൻ കളയുക. ഗോതമ്പ് മാവ്, കടലമാവ്, റവ, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ജീരകം, നാരങ്ങ നീര്, പഞ്ചസാര, മല്ലിത്തഴ, ബേക്കിംഗ് സോഡ, കായപ്പൊടി, വെള്ളത്തിൽ അലിയിച്ചതാണ്, ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ബാക്കി ഫ്രൈ ചെയ്യുമ്പോൾ ഒഴിക്കാം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക. ഒരു സ്റ്റീമർ വെച്ച് അതിൽ നന്നായി എണ്ണ തേച്ച് കൊടുക്കുക. അതിനുശേഷം കുഴച്ച് വെച്ച മാവ് ചെറിയ ചെറിയ പീസാക്കിയിട്ട്, ഈ ചെറിയ ചെറിയ പീസ് എന്ന് പറഞ്ഞാൽ കുഴക്കട്ട പോലെ, കുഴക്കട്ടയ്ക്കൊക്കെ നമ്മൾ കുഴച്ച് വയ്ക്കില്ലേ, ആ രീതിയിൽ അടച്ചു വയ്ക്കുക. ആയോ നോക്കാം. മാവില്ലാത്തതുകൊണ്ട് നമുക്കത് ഇറക്കി വയ്ക്കാം. ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ട് കടുക്, കറിവേപ്പില എന്നിവ ഇടുക. എൻ്റെ കറിവേപ്പില എന്താ ഈ കളറെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പില തണലത്ത് ഉണക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഈ കളറ്. കുറച്ച് എള്ള് നന്നായിട്ട് ഒരു റെഡിഷ് കളർ, നല്ല റെഡിഷ് അല്ല, ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നന്നായി ഇളക്കുക. എന്നിട്ട് നമ്മുടെ ഈ മുതിയ ഉണ്ടല്ലോ, അത് ചെറിയ 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 കഷ്ണം, അതായത് ഒരു 1/4 ഇഞ്ച് വണ്ണത്തിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യുക. ചുരയ്ക്കയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റോ കാബേജോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചേർത്താം കേട്ടോ. ഇതിൽ 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ലൈറ്റ് റെഡിഷ് കളറാവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ നമുക്ക് എണ്ണ ഉപയോഗിച്ചുള്ള സ്നാക്സ് കൊടുക്കാൻ ഭയങ്കര മടിയായിരിക്കുമല്ലോ, പക്ഷേ ഇതിൽ എണ്ണ വളരെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. എന്താ പറയുക, ഒരു ബജ്ജിയുടെ ടേസ്റ്റ് തന്നെയാണെന്ന് പറയാം. നല്ലൊരു ഉള്ളി പക്കോടയൊക്കെ ഉണ്ടാവില്ലേ, ഉള്ളി ബജ്ജിയൊക്കെ ഉണ്ടാവില്ലേ, അതേ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.